പൗരന്റെ മൗലിക അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന അഥവാ സ്പെഷ്യൽ സമ്മറി റിവിഷൻ നടപടിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണമെന്ന് കേരള നിയമസഭ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച പ്രമേയം സഭ ഏകകണ്ഠമായി അംഗീകരിച്ചത് ജനാധിപത്യപരമായ അവകാശ സംരക്ഷണത്തിനായുള്ള സംസ്ഥാനത്തിന്റെ ശക്തമായ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നടപടികളോടുള്ള ശക്തമായ പ്രതിരോധമാണ് നിയമസഭയുടെ ഈ പ്രമേയം വിലയിരുത്തപ്പെടുന്നത്. ദീർഘകാല തയ്യാറെടുപ്പും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും പൗരസമൂഹവുമായും ആവശ്യമായ കൂടിയാലോചനയും ഇല്ലാതെ തിടുക്കപ്പെട്ട് നടത്തുന്ന വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്ക് പിന്നിൽ വ്യക്തമായ ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടി. പൗരത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അതിന് മുന്നോടിയായി ചില വിഭാഗം പൗരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്ന ഗുരുതരമായ ആരോപണമാണ് നിയമസഭ ഉയർത്തിയത്. CAA-യുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ഉയർന്നു വന്ന ആശങ്കകൾക്ക് ഈ നീക്കം കൂടുതൽ അടിവരയിടുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ പേരിൽ ചില വിഭാഗം ജനങ്ങളെ, പ്രത്യേകിച്ച് ദുർബല വിഭാഗക്കാരെ വോട്ടവകാശത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കണ്ടത്. അതേ രീതിയാണ് ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നതെന്ന സംശയം രാജ്യവ്യാപകമായി ഉയർന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായ രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയ്ക്ക് തന്നെ കളങ്കമാവുമെന്നും നിയമസഭ വിലയിരുത്തി. വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ തീവ്ര പുനഃപരിശോധന തിടുക്കപ്പെട്ട് നടപ്പാക്കുന്നതിനെ ഒരു കാരണവശാലും നിഷ്കളങ്കമായി കാണാനാകില്ല. ഈ സംസ്ഥാനങ്ങളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകളും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കാനിരിക്കുകയാണ്. ഈ നിർണായക ഘട്ടത്തിലെ SIR നടപടി ജനവിധി അട്ടിമറിക്കാനോ ചില പ്രത്യേക വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കാനോ ഉള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന ഭയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു. പ്രമേയം പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു വിഷയം വോട്ടവകാശം സ്ഥാപിക്കാൻ അധികമായി ആവശ്യപ്പെടുന്ന രേഖകളാണ്. 1987 ശേഷം ജനിച്ചവർ മാതാവിന്റെയോ പിതാവിന്റെയോ പൗരത്വ രേഖ നൽകണമെന്ന നിബന്ധനയും 2003 ശേഷം ജനിച്ചവർ മാതാവിന്റെയും പിതാവിന്റെയും പൗരത്വ രേഖകൾ നൽകണമെന്നുള്ള നിബന്ധനയും പ്രായപൂർത്തിയായ ഒരു പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന വോട്ടവകാശം ഹനിക്കുന്നതാണ്. സാധാരണക്കാരായ രേഖകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ ജനങ്ങൾക്ക് ഇത്തരം പഴക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായ രേഖകളില്ലാത്തതിന്റെ പേരിൽ ഒരു പൗരനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 326 അനുച്ഛേദം പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് സാർവത്രിക വോട്ടവകാശം. യാതൊരു വിവേചനവുമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ പൗരന്റെ മൗലിക അവകാശത്തെ ഹനിക്കുന്നതും ഭരണഘടനാ വിരുദ്ധവുമായ ഇത്തരം നടപടികളിൽ നിന്ന് പിന്തിരിഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യവും നീതിയുക്തവുമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കണമെന്ന് നിയമസഭ അംഗീകരിച്ച പ്രമേയം തീർത്ത് ആവശ്യപ്പെടുന്നു. ഈ നടപടിക്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുമായും പൗരസമൂഹമായും പൂർണ്ണമായും ചർച്ച ചെയ്ത ശേഷം ഒരു വിഭാഗം ജനങ്ങളെയും മാറ്റി നിർത്താതെ നടപ്പാക്കണമെന്നും നിയമസഭ ആവശ്യപ്പെടുന്നു. കേരള നിയമസഭയുടെ ഈ ഏകകണ്ഠമായ പ്രമേയം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിലും ജനാധിപത്യപരമായ അവകാശ സംരക്ഷണത്തിലും ഒരു ചരിത്രപരമായ നാഴികക്കല്ലാണ്. കേരള നിയമസഭയുടെ ഈ പ്രമേയം കേവലം ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിനപ്പുറം രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളോടും ഭരണഘടനാ മൂല്യങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരിക്കെ അവരുടെ നടപടികൾ ഭരണഘടനയുടെ അന്തസ്സത്തയെ ചോദ്യം ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ജനാധിപത്യപരമായ ബാധ്യത ഇത് ഓർമ്മിപ്പിക്കുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് ആവശ്യമാണെങ്കിലും അതിന്റെ രീതി സുതാര്യവും നീതിയുക്തവുമായിരിക്കണം. പ്രമേയം ഏകകണ്ഠമായി പാസാക്കിയത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ശ്രദ്ധേയമായ നിമിഷമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ ഒരേ സ്വരത്തിൽ നിലകൊണ്ടത് പൗരാവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കേരളം പുലർത്തുന്ന ഉയർന്ന ജാഗ്രതയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കുന്നത് ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ ലക്ഷണമാണ്. കേരളം രാജ്യത്തിന് മുന്നിൽ വെക്കുന്ന ഈ മാതൃക പൗരാവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകത അടിവരയിടുന്നു. പുതിയ നിബന്ധനകൾ സാധാരണ ജനങ്ങളെ, പ്രത്യേകിച്ച്
തോട്ടം തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ, ആദിവാസികൾ എന്നിവരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത്. ദീർഘകാലമായി കൈവശം വെച്ചിരിക്കുന്ന രേഖകൾ പലപ്പോഴും നഷ്ടപ്പെടുകയോ കാലഹരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല, കൃത്യമായ രേഖാ സംവിധാനങ്ങളെക്കുറിച്ച് അവബോധമില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ രാജ്യത്തുണ്ട്. അവരെ കേവലം സാങ്കേതികപരമായ കാരണങ്ങൾ പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് സാമൂഹിക നീതിയുടെ നിഷേധമാണ്. കേരള നിയമസഭയുടെ ഈ പ്രമേയത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്. തങ്ങളുടെ നടപടികൾ സുതാര്യമാണെന്നും വോട്ടർ പട്ടിക ശുദ്ധീകരണം മാത്രമാണ് ലക്ഷ്യമെന്നും കമ്മീഷൻ വാദിക്കുന്നുണ്ടാവാം. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയും മതിയായ കൂടിയാലോചനകൾ ഇല്ലാതെയും നടത്തുന്ന ഈ അതിതീവ്ര നടപടി കമ്മീഷന്റെ വിശ്വസ്തതയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിച്ച് സുതാര്യമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ കടമയാണ്. കേരള നിയമസഭ പാസാക്കിയ ഈ പ്രമേയം കേവലം ഒരു സംസ്ഥാനത്തിന്റെ പ്രതികരണമായി മാത്രം ഒതുങ്ങില്ല. സമാനമായ ആശങ്കകൾ നിലനിൽക്കുന്ന തമിഴ്നാട്, പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് പ്രചോദനമാവാം. പൗര അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാന നിയമസഭകൾക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്നതിന്റെ ഒരു മുന്നറിയിപ്പായും ഈ പ്രമേയത്തെ ദേശീയ തലത്തിൽ കാണാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര സ്ഥാപനങ്ങളുടെയും ഭരണഘടനാ വിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്യാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശത്തെ ഇത് ഉറപ്പിക്കുന്നു. വോട്ട് ചെയ്യുന്നത് ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാണ്. ആ ആയുധം നിഷേധിക്കാനുള്ള ഏതൊരു നീക്കവും രാജ്യത്തിന്റെ ജനാധിപത്യ ഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. കേരള നിയമസഭയുടെ ഈ ഇടപെടൽ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ശക്തമായ നിയമപരവും രാഷ്ട്രീയപരവുമായ ഇടപെടലുകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രമേയം ഗൗരവമായി എടുത്ത മൗലിക അവകാശ ലംഘനപരമായ എല്ലാ നടപടികളിൽ നിന്നും ഉടൻ പിന്മാറുമെന്നാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത്.